രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരാഖണ്ഡത്തിലെ 61-ാം സർഗം ലവണപീഠാകഥനം എന്നുള്ള സർഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കേട്ടു, ശിവനൻ്റെ നേതൃത്വത്തിൽ ഭാർഗവഗോത്രത്തിൽപ്പെട്ട മഹർഷിമാർ രാമനെ സന്ദർശിക്കാനായി വന്നു എന്ന്. അങ്ങനെ വന്ന മഹർഷിമാർ അവസാനം അദ്ദേഹത്തിനോട് പറഞ്ഞത് മഹാഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രീരാമൻ അവരോട് തിരിച്ചു ചോദിച്ചു, എന്താണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഭയമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഭാർഗവൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അല്ലേ രാജാവേ, നാട്ടിലെ ജനങ്ങൾക്ക് ഭയത്തിന് കാരണം എന്താണ് എന്ന് പറയാം. പണ്ട് കൃതയുഗത്തിൽ ലോലയുടെ മകനായിട്ട് മധു എന്നൊരു മഹാ അസുരനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ബ്രഹ്മണ്യനും ശരണ്യനും സ്ഥിരബുദ്ധിയുള്ളവനുമൊക്കെയായ സത്വഗുണപ്രധാനിയായ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ ദേവന്മാരോടും ഒക്കെ അദ്ദേഹത്തിന് നല്ല തൃപ്തിയായിരുന്നു. വിദ്യാസമ്പന്നനും ധർമ്മത്തിൽ അതീവ ശ്രദ്ധാലുവുമാണ് മധു എന്ന് കണ്ടിട്ട് ഭഗവാൻ രുദ്രൻ അദ്ദേഹത്തിന് ഒരു ശൂലം നിർമ്മിച്ചു കൊടുത്തു എന്ന് പറയുന്ന വരമായിട്ട്. തൻ്റെ തൃശൂലത്തിൽ നിന്നെടുത്ത് ശൂലം കൊടുത്തിട്ട് പറഞ്ഞു, ഈ ശൂലം നിൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം നിനക്ക് ആരോടും പരാജയമുണ്ടാവുകയില്ല. നിന്നെ എതിർക്കാൻ വരുന്നവരെല്ലാം ഈ ശൂലത്തിനാൽ ഭസ്മമായിത്തീരും. പക്ഷേ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, നീ ദേവന്മാരോടോ മഹർഷിമാരോടോ ഒന്നും ഒരിക്കലും വൈരം കാണിക്കാതിരിക്കണം. അത്രയും കാലം നിനക്കിത് ഉപയോഗിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ മധു വളരെ സന്തോഷത്തോടുകൂടി ഭഗവാനോട് വീണ്ടും ആവശ്യപ്പെട്ടു, ഈ ശൂലം എൻ്റെ വംശത്തിന് എന്നേക്കും ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വംശത്തിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ ശൂലം ഉപകരിക്കപ്പെടണം എന്ന് പറഞ്ഞു. ഭഗവാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങനെ നടക്കില്ല, അങ്ങനെ ഒരു വംശത്തിന് മുഴുവനായിട്ട് തരാൻ പറ്റില്ല. നിനക്ക് നിൻ്റെ ജീവിതകാലമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി നിൻ്റെ ഒരു പുത്രന് കൂടി ഇത് ഉപയോഗിക്കാനുള്ള അവസരമുണ്ടാവും. അപ്പോൾ ആ പുത്രൻ ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അവനും ഇത് ഉപകരിക്കപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ശൂലം സ്വീകരിച്ച് അദ്ദേഹം ഒരു വലിയ കൊട്ടാരമൊക്കെ പണിച്ച് അവിടെ താമസമായി. വിശ്വാവസുവിൻ്റെ പുത്രിയായ അനലയെ അദ്ദേഹം വിശ്വാവസുവിൻ്റെയും അനലയുടെയും പുത്രിയായ കുംഭീനസിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അവർക്ക് മഹാവീര്യനായിട്ട് ലവണൻ എന്ന് പറഞ്ഞൊരു മകനുണ്ടായി എന്ന് പറയണം. പക്ഷേ ഈ ലവണൻ കുട്ടിക്കാലം തൊട്ടേ വിനയമില്ലാത്തവനും അക്രമങ്ങൾ കാണിക്കുന്നവനുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മധു അവനോടൊന്നും സംസാരിക്കാൻ പോലും പോയില്ല. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ശൂലം ലവണനെ ഏൽപ്പിച്ച് അതിൻ്റെ കാര്യവും പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹം ആ തപസ് ചെയ്ത് വരുണാലയത്തിൽ പ്രവേശിച്ചു എന്ന് പറയാണ്. ഇങ്ങനെ ഒരു ശൂലം കിട്ടിയതോടുകൂടി അതീവ ശക്തനായി തീർന്ന ആ ലവണൻ അങ്ങനെ നാട്ടുകാരെയും മുഴുവൻ മഹർഷിമാരെയും എല്ലാവരെയും ഉപദ്രവിക്കുന്നവനായി തീർന്നു. ആ ശൂലം നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം ആർക്കും അവനോട് എതിർക്കാൻ കഴിയുന്നില്ല ആയി. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങ് ആ രാവണനെ നിഗ്രഹിച്ച കഥയൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. അങ്ങയാൽ ഈ ലവണാസുരനെ വധിക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്കറിയാം, മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ ലവണാസുരനെ വധിച്ച് ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ളതാണ് അങ്ങയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്ന് ആ ഭാർഗവ മഹർഷി രാമനോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.